കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ 1ാം വാർഷികമാണ്. ആ പഹൽഗാമിലെ വെടിയുതിർത്ത ഭീകരന്മാരെല്ലാവരും നല്ല മാർക്ക് വാങ്ങിയവരായിരുന്നു. അവരെ പറ്റി പഠിച്ചു നോക്കിയോ? സമർത്ഥരായിരുന്നു. MPhil കഴിഞ്ഞ ഒരാളുണ്ട് അതിൽ. കേരളത്തിൽ വന്ന് BPharm കോഴ്സ് നന്നായി പാസ്സായ ഒരാളുണ്ട് അതിൽ. MCom കഴിഞ്ഞവരുണ്ട്. നല്ല ബുദ്ധിയുണ്ടായിരുന്നു അവർക്ക്. പക്ഷേ കൊല്ലരുത് എന്ന മനസ്സുണ്ടായില്ല. എന്താണത്? ഈ സമ്മേളനവും ഈ കാലഘട്ടവും നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ കുട്ടികൾ നമ്മളെക്കാൾ സമർത്ഥരാണ്. അവിടെയാണ് അധ്യാപകൻ വിജയിക്കുന്നത്. അവർക്ക് ക്ലാസ് ഒന്നും വേണ്ട. നിങ്ങളുടെ ക്ലാസ്സിന് വരുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരുന്ന കുട്ടികളുണ്ട്, ഇല്ലേ? പഴഞ്ചൊല്ല് കേട്ട് പോകുന്നവരല്ല. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ എന്ന സിനിമയിൽ പഴഞ്ചൊല്ലിന്റെ പതിരിനെ പറ്റിയിട്ട് പാടുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്തു കാലത്ത് കാപത്തു തിന്നാം. സമ്പത്ത് വന്നാലതായ ആപത്തതായാൽ തൈപത്ത് വെക്കാതെ കാപത്തു തിന്നാം. എല്ലും മുറിഞ്ഞിട്ട് പല്ലും മുറിഞ്ഞിട്ട്, അല്ലെ? എല്ലും മുറിഞ്ഞങ്ങ് പണി ചെയ്തു വന്നാൽ പല്ലും മുറിഞ്ഞിട്ട് തിന്നാൻ കിടാത്തി. എല്ലും മുറിഞ്ഞിട്ട് പല്ലും മുറിഞ്ഞിട്ട് പിന്നെന്ത് തിന്നിട്ട് കാര്യം കിടാത്തി. പുതിയ വീക്ഷണത്തിലേക്ക്, പുതിയ ഡീകൺസ്ട്രക്ഷനിലേക്ക് കുട്ടികൾ പോലും ഇറങ്ങുന്ന ഒരു കാലമാണിത്. നമ്മുടെ പരമ്പരാഗതമായ റീലിലൂടെ മാത്രം ഇനി വിദ്യാഭ്യാസം മുന്നോട്ട് പോവില്ല. ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾ നമ്മളെക്കാൾ ഏറെ സമർത്ഥരാണ്. പക്ഷെ ആ ബുദ്ധി വളരുമ്പോൾ സമാന്തരമായി അവരുടെ മനസ്സ് വളർത്താൻ എന്ത് ചെയ്യണം? ഗൗരവതരമായൊരു വിഷയമാണ്. മനസ്സും ബുദ്ധിയും ഒന്നാണോ? കുട്ടികൾ ബുദ്ധിക്ക് 2 സിസ്റ്റമുണ്ട്. സിസ്റ്റം 1, സിസ്റ്റം 2. സിസ്റ്റം 1 ഏതാണ്ട് 4 കോടി വർഷമായി രൂപപ്പെട്ടതാണ്. സിസ്റ്റം 2 രൂപപ്പെട്ടിട്ട് 15,000 വർഷമായിട്ടുള്ളൂ. അറിയാമോ? സിസ്റ്റം 1 രൂപപ്പെട്ടിട്ട് 4 കോടി വർഷമായി. ജന്തുക്കൾ ഈ ഭൂമിയിൽ അതിജീവനത്തിന് നടന്നു പോകുമ്പോൾ ഒരു കുഴി കണ്ടാൽ ആ കുഴി കടന്നു വെക്കണമെന്നും തെറ്റിപ്പോകണമെന്നും തോന്നുന്ന ബുദ്ധി സിസ്റ്റം 1 ആണ്. അത് മൃഗത്തിനുണ്ട്, മനുഷ്യനുണ്ട്. കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും അതിനെ വളർത്താനുമുള്ള ബുദ്ധി സിസ്റ്റം 1 ആണ്. അത് എല്ലാവർക്കും ഉണ്ട്. 4 3 എത്രയാന്ന് ചോദിച്ചാൽ 7 എന്ന് പറയുന്നത് സിസ്റ്റം 1 ബുദ്ധിയാണ്. അതിന് പ്രത്യേകിച്ച് ആലോചനയൊന്നും വേണ്ട. പട്ടിക്ക് പറയാ കണക്ക്. വീതി കുറഞ്ഞ റോഡിലൂടെ നിങ്ങൾ സ്കൂട്ടറും കൊണ്ടുപോകുമ്പോൾ പകുതിക്ക് കിടക്കുന്ന പട്ടിയെ നിങ്ങൾ ഹോൺ അടിച്ചു നോക്കൂ. സ്കൂട്ടറാണെന്ന് കണ്ടാൽ പട്ടി മാറില്ല. കാരണം സ്കൂട്ടറിന് പോകേണ്ട വീതി എവിടെയുണ്ട്? പറകെ ഒരു കാറോ ലോറിയോ വന്നാൽ പട്ടി എഴുന്നേറ്റ് മാറും. അപ്പൊ സ്കൂട്ടറിന്റെ വീതി കുറവാണെന്നും ലോറിക്ക് വീതി കൂടുതലാന്നുള്ള കണക്ക് പട്ടിയെ ഒരു സ്കൂൾ മാഷും പഠിപ്പിക്കാതെ പട്ടിക്കറിയാം. അത് സിസ്റ്റം 1 ബുദ്ധിയാണ്. പക്ഷെ 24 ഗുണിക്കണം 17 എന്ന് പറയുമ്പോഴോ കഴിഞ്ഞു. അപ്പൊ 24 ഗുണിക്കണം 17, 24 ആദ്യം 10 കൊണ്ട് ഗുണിച്ചാൽ 240 കിട്ടി. പിന്നെ 7നെ 20 കൊണ്ട് ഗുണിച്ചാൽ, അല്ലെ? 7നെ 20 കൊണ്ട് ഗുണിച്ചാൽ 140 കിട്ടി. അപ്പൊ 240, 140, 380. ഇനി 4നെ 7 കൊണ്ട് ഗുണിച്ചാൽ 28 കിട്ടി, 408. അപ്പോ ശരീരത്തിന്റെ എനർജി വേണം. സിസ്റ്റം 2 ബുദ്ധി ഉപയോഗിക്കാൻ ശരീരത്തിന്റെ 20% എനർജി വേണം. അപ്പം മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കണക്കായിരുന്നു, എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. വഴിക്രമത്തിൽ കണക്കിന്റെ ഉത്തരം കണ്ടെത്തുന്നതിന് പകരം ഷോർട്ട് കട്ടിൽ ഉത്തരം കണ്ടെത്താൻ. എൻ്റെ അടുത്തിരുന്ന് പരീക്ഷ എഴുതിയ സൗമ്യാന്ത്രൻ, എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചങ്ങായിയാ, എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഇവൻ ഈ കണക്കിന്റെ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചിട്ട് മാഷ് പിടിച്ചു. മാഷോട് അവൻ പറയാ, ഇതാ മാഷ ഏറ്റവും എളുപ്പ വഴിയെന്ന്. കോപ്പി അടിക്കല്. അതുപോലെ സിസ്റ്റം 2 നിന്ന് സിസ്റ്റം 1 മാറാനുള്ള എളുപ്പ വഴികൾ കുട്ടികൾ നോക്കുന്ന അറിയോ നിങ്ങൾ? എന്ന് പറഞ്ഞാൽ ഒരു എനർജിയും ഇല്ലാതെ എളുപ്പത്തിൽ എന്താ മാർഗം? 24 ഗുണിക്കണം 17 കണ്ടെത്താൻ കാൽക്കുലേറ്റർ എടുക്കുക. നിങ്ങളുടെ സ്കൂളുകളിൽ ഏറ്റവും മനോഹരമായി അസൈൻമെന്റ് പ്രൊജക്ട് ഉണ്ടാക്കുന്നത് അധികവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്നറിയുമോ? ഞാൻ ആനുകാലികങ്ങളിൽ വന്ന ഈ കഴിഞ്ഞ 2-3 മാസമായി വന്ന നല്ല കവിതകളെല്ലാം വായിച്ചു നോക്കി. അതിൽ 10% AI കവിതകളാണ്. മനുഷ്യൻ എഴുതിയ കവിതകളല്ല. AI കവിതകൾ എഴുതുന്ന കാല. ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക് പോവുക. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുകയാ കുട്ടികൾ. സൂത്രത്തിൽ ഡോപ്പമിൻ കിട്ടാനുള്ള വഴികൾ അന്വേഷിക്കുന്ന കുട്ടികൾ. എന്താ ഡോപ്പമിൻ കിട്ടാൻ? അവർക്ക് കവിത ചൊല്ലിയാൽ, കഥ പറഞ്ഞാൽ, പാട്ടുപാടിയാൽ ഡോപ്പമിൻ കിട്ടുന്നില്ല. മരണാനന്തര ബഹുനാമധാരിയെ തേടിയാൽ ഡോപ്പമിൻ കിട്ടും. എന്താ അത് മരണാനന്തര ബഹുനാമധാരി അറിയാവോ? ഞാൻ കാസർഗോഡ് ഒരു പരിപാടിയും കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ണൂര് താഴെ ചൊവ്വയെ കുത്തി നോക്കുമ്പോൾ ഭയങ്കര ബ്ലോക്ക്. എപ്പോൾ? രാത്രി 12:30. എന്താ ബ്ലോക്ക്? ആക്സിഡന്റ് ആണോ? ഒന്നുമല്ല. 500 ചെറുപ്പക്കാർ ക്യൂ നിന്നിട്ടുണ്ട്. ആട് 3 സിനിമ ഇറങ്ങിയതാണോ? അതുമല്ല. പിന്നെ എന്താ? അവിടെ ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, നന്ദി മന്തി. ഉദ്ഘാടന ദിവസം മന്തിക്ക് 50% സബ്സിഡി ഉണ്ട്. ആ സബ്സിഡിയുള്ള മന്തി തിന്നാൻ വേണ്ടിയിട്ട് ടോക്കന് വാങ്ങി ചെറുപ്പക്കാർ ക്യൂ നിൽക്കുന്നു.
വാഴക്കന്നിനോ പച്ചക്കറി വിത്തിനോ സബ്സിഡി വാങ്ങാൻ വേണ്ടി ഇവന്റെ അച്ഛൻ്റെ ഒരു ഫോറം പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല ഇവൻ ഇതുവരെ. മന്തിയുടെ സബ്സിഡി, മരണാനന്തര ബഹുനാമധാരി, നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ, ഒന്നുകിൽ ശവം അല്ലെ മയ്യത്ത്. എന്നാൽ മരിക്കുന്നത് വരെ കോഴിക്ക് കോഴിന്നേ പേരുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ 28 പേരുണ്ട്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ച്, ചിക്കൻ ചില്ലി. ഈ വൈകുന്നേരങ്ങളിൽ വായനശാലകളിൽ പോകുന്നതിന് പകരം തട്ടുകടകളിലേക്ക് അജിനോമോട്ടോ മസാല കൂട്ടോ തേടി പോകുന്നു ചെറുപ്പക്കാർ. എന്താണത്? അവർക്ക് അവിടെയാണ് ഡോപ്പമിൻ. എളുപ്പത്തിൽ ആനന്ദം കിട്ടാൻ പദാർത്ഥത്തിന് പദാർത്ഥം വേണം. നബുജ്യതേ കാവ്യരസോ നപിയതേ, നബുജ്യതേ വ്യാകരണം ചുത്താതുരേ പിപാസിതോ കാവ്യരസോ നപിയതേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഹിരണ്യമേവാർജയ നിഷ്ഫലാകല. മാഘം എന്ന കവിത എഴുതി മരിക്കാരായപ്പോ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഓലയിൽ ഇതും എഴുതിയിട്ടാണ് മാഘൻ മരിച്ചത്. വിശക്കുന്നവന് വ്യാകരണം വിശപ്പ് മാറ്റുന്നില്ല, ദാഹിക്കുന്നവന് കാവ്യരസം ദാഹം മാറ്റുന്നില്ല. ഹിരണ്യമേവാർജയ, പണം ഉണ്ടായിക്കൊള്ളുക, സ്വർണം ഉണ്ടാക്കുക, നിഷ്ഫലാകല എന്നാണ് അദ്ദേഹം എഴുതിയത്. എന്ന് പറഞ്ഞാൽ ശരീരത്തിന് സുഖം കിട്ടണമെങ്കിൽ എന്ത് വേണം? പദാർത്ഥം തന്നെ വേണം. പദാർത്ഥത്തിന് 3 അവസ്ഥ പഠിപ്പിച്ചില്ലേ നിങ്ങളെല്ലാം? ഖരം, ദ്രാവകം, വാതകം, ലിക്വിഡ്, സോളിഡ്, ഗ്യാസ്. അപ്പൊ ഡോപ്പമിൻ കിട്ടാൻ ഖരം, MDMA പൊടി, ദ്രാവകം, മദ്യം, വാതകം, കഞ്ചാവിന്റെ പുക. ഇത് തേടി പോകുന്ന കുട്ടികൾ പോകുന്നതിന് ഉത്തരവാദി ആരാ? എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. മനസ്സിലായോ? നമ്മുടെ കുട്ടികൾ നല്ല ബുദ്ധിയുള്ളവരാ, നല്ല ബുദ്ധിയുള്ളവരാ. 37 സ്കൂളിൽ കത്തിക്കുത്ത് നടന്നിരിക്കുമല്ലോ, അറിയോ? നിങ്ങൾ പഠിപ്പിച്ച കുട്ടികളാ. 37 സ്കൂളുകളിലാണ് പ്ലസ് 1കാരും പ്ലസ് 2കാരും 10ാം ക്ലാസ്സുകാരും തമ്മിൽ കത്തിക്കുത്ത് നടന്നത്. എന്താ? വേനാ കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക്, ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി. ഇതായിരുന്നു അവന്റെ പാട്ട്, അല്ലേ? എന്തേ വിഷയം? വിഷയം ബുദ്ധിയുടുക്ക് സമാന്തരമായി മനസ്സ് വളരുന്നില്ല. ആ മനസ്സ് വളരാൻ നിങ്ങളുടെ വിദ്യാലയങ്ങളും നിങ്ങളുടെ ഗ്രാമങ്ങളും നിങ്ങളുടെ വീടും. കുട്ടികളുടെ മനസ്സ് വളരുന്നതിൽ അധ്യാപകർക്ക് മാത്രമല്ല, സ്കൂളിന്റെ പരിസരത്ത് അധ്യാപകരും നാട്ടുകാരുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോ കാറിൽ നേരെ ഗേറ്റ് തുറക്കുന്നു, അതിന്റെ അകത്ത് പോകുന്നു, ഒരു ചായ മുന്നിലത്തെ ബോയ്നാട്ടന്റെ കടയിൽ പോയി കുടിക്കൂല, ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ട് അതും കാച്ചി കുടിക്കുന്ന സമർത്ഥന്മാരല്ലേ നിങ്ങൾ? ഒരു ചായ കുടിക്കുക പുറത്ത് പോയിട്ട്, അതിന്റെ 10 റുപ്യ 50 പൈസ പോയിപ്പോണ്ട, അതിന് 2 റുപ്യക്ക് നമുക്ക് ചായ വെക്കാൻ പറയും. നാടുമായി ബന്ധമില്ലാത്ത അധ്യാപകർ വളരുന്നു. ആ ബന്ധമില്ലാമ കുട്ടികളെ ബാധിക്കുന്നു, അവരുടെ മനസ്സ് നശിക്കുന്നു. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ യുഗപരിവർത്തനം എന്നൊരു കവിതയുണ്ട്. ആ കവിതയിൽ ഒരു വരിയുണ്ട്: നാം അറിയാത്തോർ നമ്മളെ അറിയാത്തോർ, നാം അറിയാത്തോർ നമ്മളെ അറിയാത്തോർ. നമ്മുടെ പല വിദ്യാലയങ്ങളിലെയും നാട്ടുകാരെ നമുക്കും അറിയില്ല, നമ്മളെ അവർക്കും അറിയില്ല. ഇത് മാറ്റണം. കുട്ടി സ്കൂളിൽ എന്തേ പോകാഞ്ഞു എന്ന് ചോദിക്കാൻ നാട്ടുകാരുണ്ടാവണം, അയൽവാസികൾ ഉണ്ടാവണം. യൂണിഫോമുമായിട്ട് നീ എന്തിനാ ട്രെയിനിൽ കയറി പോകുന്നതെന്ന് ചോദിക്കാൻ ആളുണ്ടാവണം. അതിനെന്ത് വേണം? അവന്റെ മനസ്സ് വളർത്തണം. മനസ്സ് വളർത്താൻ കുടുംബവും സ്കൂളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റൻ ആവണം. കുടുംബവും വീടും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റൻ ആവണം. ഞാനിത് ഇനി പറയാൻ പോകുന്ന കാര്യം, ഞാനിപ്പോൾ KMCT മെഡിക്കൽ കോളേജിൽ അധ്യാപകർക്ക് എടുക്കുന്ന ക്ലാസ്സാണ്. ഇപ്പോൾ ആഴ്ചക്ക് ഒരു ദിവസം ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. പാല ബ്രില്യൻസിൽ കഴിഞ്ഞ മാസം 700 അധ്യാപകരെ ഇരുത്തിയിട്ടെടുത്ത ക്ലാസ്സാണ് ഞാൻ. അത്രയും സമയമുള്ളൂ. നിങ്ങൾ ചോറ് തിന്നിട്ടാണോ തിന്നാണ്ടാണോ ഇരിക്കുന്നത്? നിങ്ങളെല്ലാം തിന്നവരാ അല്ലേ? ഞാൻ തിന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം കൊണ്ടത് പറയാം. എങ്ങനെയാണ് ഇവരുമായിട്ടുള്ള മനസ്സ് വളർത്താൻ, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റൻ ആവേണ്ടത്. ചപ്പാത്തി ഇഡ്ഡലി സോഫ്റ്റനാക്കാനുള്ള സൂത്രങ്ങളൊക്കെ നമുക്ക് ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ്. ബന്ധങ്ങൾ എങ്ങനെയുണ്ടാവും, ബന്ധങ്ങൾ എങ്ങനെയുണ്ടാവും, അതിനുവേണ്ടി എന്ത് ചെയ്യണം, സോഫ്റ്റനാക്കാൻ എന്ത് വേണം? SOFTEN, S ഫോർ സ്മൈൽ. പുഞ്ചിരിക്കാൻ മറന്നുപോയ അധ്യാപകരാവുന്നോ നിങ്ങൾ? നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളുടെ ക്ലാസ് ടീച്ചർമാർ പുഞ്ചിരിക്കാൻ മറന്നു പോകുന്നോ? രക്ഷിതാക്കൾ പുഞ്ചിരിക്കാൻ മറന്നു പോകുന്നു. അതാ പ്രശ്നം. പല കുട്ടികളുടെയും പ്രശ്നം, നിങ്ങളുടെ വീട്ടിൽ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ പ്രശ്നം, അയൽവാസികൾ വന്നാൽ എന്തെല്ലാം കുഞ്ഞിരാമ ഗോവിന്ദ ബഷീറെ ചിരിക്കും. സ്വന്തം കുട്ടികളോട് എണീക്കുന്നില്ലേ, പല്ലിയേക്കുന്നില്ലേ, കുളിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ, ഇളിക്കുന്ന ഭീകരന്മാരാ പല രക്ഷിതാക്കളും. അറിയോ? പുഞ്ചിരിക്കാൻ മറന്നു പോകുന്നു. പുഞ്ചിരിയാണ്. മനുഷ്യന് മാത്രമേ പുഞ്ചിരിക്കാൻ പറ്റൂ, അല്ലേ? മനുഷ്യന് മാത്രമല്ലേ പുഞ്ചിരിക്കാൻ പറ്റൂ. എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. നമ്മൾ പുഞ്ചിരിച്ചാ പോരാ, നമ്മുടെ വീട് പുഞ്ചിരിക്കണം. ഇപ്പോൾ സ്കൂൾ പൂട്ടിയിട്ട് ഞാൻ മിക്ക ദിവസം രാവിലെ ഇങ്ങനെ വീടുകളിലൂടെ നടക്കും. മിക്ക വീട്ടിലുള്ള അവസ്ഥ എന്താ? 11-12 മണിക്കേ കിടക്കൂ, 9 മണിക്ക് മക്കളോട് പോയി ഉറങ്ങുന്ന. വീട് പുഞ്ചിരിക്കുന്നില്ല. എന്തിനാ പഠിക്കുന്നത്? ഫുൾ A+ കിട്ടാൻ. ഫുൾ A+ കിട്ടിയിട്ടോ
റാങ്ക് ലിസ്റ്റിൽ പേര് വരണം, അതിന് കോച്ചിങ്ങിന് പോകണം. റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടോ പ്രൊഫഷണൽ കോഴ്സിൽ ചേരണം, ചേർന്നിട്ടോ പ്ലേസ്മെന്റ് കിട്ടണം, എന്നിട്ടോ ജോലി കിട്ടണം, ജോലി കിട്ടിയിട്ടോ ശമ്പളം കിട്ടണം, ശമ്പളം കിട്ടിയിട്ടോ കൊട്ടാരം പോലത്തെ ഒരു വീടെടുക്കണം, വീടെടുത്തിട്ടോ ആനക്ക് പോലും കടക്കാൻ പറ്റാത്തൊരു മതിൽ കെട്ടണം, ഭയങ്കര മതിലാണ്. എന്നിട്ട് റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിപ്പിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു, ഈ റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിപ്പിച്ച വീട്ടുകാർക്കൊക്കെ വികലാംഗ പെൻഷൻ കൊടുക്കണം. കാരണം ഇവർ കാലില്ല, അന്ന് വന്നിട്ടൊന്ന് ഗേറ്റ് തുറന്നു കൊടുക്കാൻ 2 കാൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അവിടെ നിന്ന് റിമോട്ട് കൺട്രോളാ. എന്നിട്ട് കുറെ ചെടി, എന്താ ചെടി, ചില വീട്ടിലല്ലേ എത്ര മനോഹരമായ ചെടിയും പൂക്കളും എന്നറിയോ. ആര് കാണാൻ? നാട്ടുകാരെ കാണാൻ വിടൂല, മതിൽ കെട്ടി മറിച്ചിട്ടുണ്ട്. വീട്ടുകാർ കാണുമോ? വാതിൽ ഓർക്കൂല, ഒരൊറ്റ വീടിന്റെ വാതിൽ ഓർക്കൂല, അകത്തിരിക്കല്ലോ. ഇനി എന്തിനായി ചെടി? എന്നിട്ട് മനുഷ്യനിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഒരു പട്ടിയെ വാങ്ങിപ്പോറ്റു അല്ലേ. എന്നിട്ട് ഗേറ്റ് തുറക്കും, രാത്രി ഒരു 9:30ക്കും 10:30ക്കും ഇടയിൽ ഗേറ്റ് തുറക്കും. എന്തിനാ? അപ്പുറത്തെ വീട്ടിലെ വല്യമ്മക്ക് അസുഖാന്നൊക്കെ പറയുന്നത് കേട്ടു, അതെന്താന്ന് അന്വേഷിക്കാനല്ല. ഇപ്പുറത്തെ വീട്ടിലെ പയ്യൻ പെണ്ണന്വേഷിച്ച് വിവാഹം നടന്നോന്ന് അന്വേഷിക്കാനല്ല. അതിനപ്പുറത്തെ ചെക്കന് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് ചോദിക്കാൻ ഒന്നും തന്നെയല്ല ഗേറ്റ് തുറക്കുക. ഈ പട്ടിയെ വിസർജിക്കാൻ വേണ്ടി മാത്രം ഗേറ്റ് തുറന്ന് ചങ്ങലയും പിടിച്ചു പോകുന്ന കഴുതകളെ സൃഷ്ടിക്കാനാണോ ഈ ഫുൾ A+? അതിനുവേണ്ടിയാണോ ഈ ഫുൾ A+? ഈ നിങ്ങൾ ഈ കഷ്ടപ്പെട്ടിട്ട് അസൈൻമെന്റ് പ്രൊജക്റ്റും വിദ്യാരംഗവും സയൻസ് ക്ലബ്ബും എല്ലാ കുന്തം ഉണ്ടാക്കിയത് ഈ പട്ടീന്റെ ചങ്ങലയും പിടിച്ച് പോകുന്ന കഴുതകളെ സൃഷ്ടിക്കാനോ? അല്ല, അവർക്ക് മനസ്സ് വളർത്തണം. അതിന് ഓപ്പൺ ദി ഹേർട്ട്. യെസ് സ്മൈൽ, ഓപ്പൺ ദി ഹേർട്ട്. ഹൃദയം തുറന്ന് പറയണം. ഹൃദയം തുറന്ന് പറയുന്ന സ്കൂളിൽ ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പള് യാത്രയെ പേറ്റുവാങ്ങിക്കൊണ്ട് നടത്തിയൊരു പ്രസംഗമുണ്ട്. +2ന്റെ കുട്ടികൾ മാഷന്മാരോട് പറയാ, ഇവിടെ ഈ നല്ല ഷർട്ടിന് ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടി, കണ്ടില്ല? ഈ സ്റ്റിക്കർ ഇല്ല, നല്ല കമ്പനി ഷർട്ടല്ലാത്ത മാഷന്മാരെ മൈൻഡ് ചെയ്യുന്നില്ല പോലും കുട്ടികൾ. ഒരേ മാഷ് കേട്ടൻ, മാരുതി കേട്ടൻ എന്ന് പറഞ്ഞൊരു കേട്ടനല്ലേ ഒരു കാറുണ്ട്. ആ കാറിൽ വരുന്ന മാഷെ ഒരു കുട്ടി അനുസരിക്കില്ല. BMW കാറിൽ വന്ന മാഷയെ കുട്ടിക്ക് ബഹുമാനമുള്ളൂ. ഐഫോൺ ഇല്ലാത്ത മാഷ കുട്ടികൾ മൈൻഡ് ചെയ്യുന്നില്ല. കുട്ടികളുടെ നിലപാടുകളെല്ലാം മാറി. അധ്യാപകരെ ബഹുമാനിക്കണമെങ്കിൽ കതറിട്ട മാഷ്, ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് പരുക്കൻ പത്രം ധരിച്ച മാഷായിരുന്നു, ടീച്ചറായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള മാഷയും ടീച്ചറൊന്നും അംഗീകരിക്കുന്നില്ല കുട്ടികൾ. അവർ മോഡേൺ ആണ്, ന്യൂ ജനറേഷനാണ്. അവർക്കനുസരിച്ച് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാൻ പറ്റുമോ? നമുക്ക് വലിയ പ്രശ്നമാണ്. അവരുമായി ഹൃദയം തുറന്ന് വർത്തമാനം പറയാൻ പറ്റുമോ? ഓപ്പൺ വീടുകളിലൊന്നും ഹൃദയ സംവാദമില്ല, ഹൃദയ സംവാദമില്ല. അലി കടുകശ്ശേരിയുടെ ഒരു കവിത ചൊല്ലട്ടെ ഞാൻ. 4 വയസ്സുള്ളോരുണ്ണിക്കുട്ടൻ, കവിതയുടെ പേര് സൈലന്റ് മോഡ്. 4 വയസ്സുള്ളോരുണ്ണിക്കുട്ടൻ, കരച്ചിലും വാശിയും ബഹളം തന്നെ. അമ്മയ്ക്കൊരു പുതുബുദ്ധി തോന്നി, സ്മാർട്ട് ഫോൺ കയ്യിൽ കൊടുത്തു നോക്കി. മാസങ്ങൾ പലതും കടന്നുപോയി, അമ്മയ്ക്കിന്ന് ആശ്വാസമേറെയായി. വാശിയും കരച്ചലും ഒന്നുമില്ല, ഓട്ടവും ചാട്ടവും ഇല്ല. മുറ്റത്തു വന്ന കിളികളെയും പൂക്കളിൽ തേനുണ്ണും വണ്ടിനെയും തഞ്ചത്തിൽ പാറുന്ന തുമ്പിയെയും ഉണ്ണിക്കുട്ടൻ പിന്നെ കണ്ടതില്ല. പൂച്ചയെ കണ്ടില്ലൊരണ്ണാനെ കണ്ടില്ല, മാനത്തും മണ്ണിലും നോക്കിയില്ല. മഴ വന്നതറിഞ്ഞില്ല, വെയിൽ വന്നതറിഞ്ഞില്ല, മൊത്തത്തിൽ സൈലന്റ് മോഡിലായി. ഞാൻ ഇന്നലെ വായിച്ച അതുകൊണ്ട് ബൈഹാർട്ടാക്കാൻ പറ്റിയില്ല, അതാ മൊബൈൽ നോക്കി പാടേണ്ടി വന്നത്. മൊത്തത്തിൽ സൈലന്റ് മോഡ്. മൊബൈലും പൂട്ടി ടിവിയും പൂട്ടിയിട്ട് അപ്പൂപ്പനിരിക്കുന്ന കട്ടിലിനരികിൽ അച്ഛനും അമ്മയും കൊച്ചുമക്കളും വട്ടത്തിലിരുന്ന് വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ തന്നെ എന്താ പറച്ചല്? ആ പോകുന്നതാരാ? അത് ഗോപാലേട്ടൻ, മഹാവൃത്തികെട്ടവനാ. ബഷീർ ഒരു ചുക്കിനും കൊള്ളൂല. പഞ്ചായത്ത് മെമ്പർ മഹാബദ്ധോ, MLA പോക്ക്, മന്ത്രിമാർ ഭക്ഷണന്മാര്, മുഖ്യമന്ത്രി ഭീകരൻ, പ്രധാനമന്ത്രി അതിലും ഭീകരൻ, എല്ലാവരും മോശ. ഒരാളുണ്ട് ലോകത്ത് നല്ലത്, അത് ഞാൻ മാത്രമേ ശരിയുള്ളൂ എന്ന് കേട്ട് നമ്മുടെ കുട്ടികളുടെ മനോഭാവം ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നാണ്. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ ശരിയിൽ നിന്ന് 5 ശരി കൂടി അതിനോട് പ്ലസ് ചെയ്യും. മൊത്തത്തിൽ 6 ശരിയുണ്ട്. ഈ 6 ശരിയാണ് ലോകത്തിൽ കഴിഞ്ഞ ഒറ്റ വർഷം 1,17,000 കൊലപാതകങ്ങൾ നടന്നു. അറിയോ? കഴിഞ്ഞ വർഷം. ഇതിന് മുഴുവൻ കാരണം ഈ 6 ശരിയാ. ഏതാ 6 ശരി? 1, ഞാൻ മാത്രം ശരി, ഞാൻ പറഞ്ഞല്ലോ. 2, എന്റെ ജാതി മാത്രം ശരി. കൂക്കികൾ പറയുന്നു എന്റെ ജാതി ശരി, മെയ്തികൾ പറയുന്നു എന്റെ ജാതി ശരി. അവിടെയാ മണിപ്പൂരിൽ കൊലപാതകങ്ങൾ. എന്റെ മതം മാത്രം ശരി, എന്റെ ദൈവം മാത്രം ശരി, എന്റെ പാർട്ടി മാത്രം ശരി, എന്റെ രാജ്യം മാത്രം ശരി. 6 ശരികൾ ഉണ്ടാവുന്നത് ഞാൻ മാത്രം ശരിയിൽ നിന്നാണ്. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. സുഗതകുമാരി ടീച്ചറുടെ വരികളാണ്. പരുക്കനായി ഈ ലോകത്ത് പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്കുമോ? നമ്മുടെ പത്രങ്ങളിൽ തൂങ്ങിച്ചത്തും കെണ്ടുത്തുള്ളിയതല്ലാതെ നല്ല ഒരു വാർത്ത വായിക്കാൻ, ചാന്ദ്രദൗത്യം സെക്കൻഡിനെ പറ്റിയിട്ട് ഞാനൊരു സ്കൂളിലെ
രക്ഷകർത്തൃ ജനറൽ ബോഡി ചോദിച്ചു, അവർ പോയവരില്ലേ, ഇപ്പൊ രണ്ടാമത് പോയവർ തിരിച്ചു വന്ന ദിവസം അന്ന് പത്രത്തിൽ മനോഹരമായൊരു മുഖപ്രസംഗം വായിച്ചാരും കൊണ്ടോ? ഒരാളും വായിച്ചിട്ടില്ല. ഹേയ്, അതല്ല ആര് വായിക്കുന്നു? അത് വായിക്കുന്നില്ല. ഹൃദയം തുറന്ന് പോസിറ്റീവിനെ പറ്റി ചർച്ച നടക്കുന്നില്ല. കുറ്റമാണ് എല്ലാം. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുന്നതിന് പകരം യു ആർ നോട്ട് ഓക്കെയാ. തെളിവ് തരണോ? 7 മണിക്ക് ശേഷം നിങ്ങൾ കാർ കൊടുത്ത് റോഡിലേക്ക് ഇറങ്ങോ, എതിരെ വരുന്ന വണ്ടി എത്ര ആൾ ഡിമ്മ് തരും? ഡിമ്മ് അങ്ങ് തിരുവനന്തപുരം പോയിട്ട് വാങ്ങിക്കൊണ്ട കൊടുക്കേണ്ടതല്ലോ. കൈ ഇങ്ങനെയാക്കിയ ഡിമ്മ, ഇങ്ങനെയാക്കിയ ഹെഡാ. എന്റെ LED ബൾബ് കൊണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ച് നീ മതിലിന് പോയി അടിച്ച് മരിച്ചാലും കുഴിയിൽ പോയി മറഞ്ഞാലും തരൂലടാ ഞാൻ ഡിമ്മ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഡ്രൈവർമാരെല്ലാം ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നാളാ. എനിക്ക് മാത്രമുള്ളതായി റോഡ്. അത് ഇവിടുന്ന് ഉണ്ടായ കുട്ടികളല്ല ഉത്തരവാദി. വീട്ടിൽ നിന്നുള്ള ചർച്ചയാ, സ്കൂളിൽ നിന്നുള്ള ചർച്ചയാ. ദോഷൈക ദൃക്കുകളാവുന്ന എല്ലാറ്റിനെയും കുറ്റപ്പെടുത്തുന്ന ചർച്ചകൾ. ഓപ്പൺ ദി ഹെഡ്, ഹൃദയം തുറന്ന് പോസിറ്റീവ് ചർച്ച ചെയ്യണം. ഫോർവേഡ് ലീൻ, കുട്ടികളിലേക്ക് താഴൂ. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൊച്ചുമോള് വീട്ടിൽ വന്നു, ഒന്ന് വാരിയെടുത്ത് ഉമ്മ വെച്ച് ഓമനിക്കണം. പക്ഷേ പ്രസിഡന്റാ ഞാൻ കുനിയൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നാ എടുക്കാൻ പറ്റുമോ? കുട്ടിയിലേക്ക് താണാലേ കുട്ടി നമ്മളിലേക്ക് വരൂ. ഫോർവേഡ് ലീൻ, കുട്ടികളിലേക്ക് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മുന്നോട്ട് താഴൂ. അതുവരെ തലേന്ന് വരെ എന്തെല്ലാം മോനെ എന്ന് ചോദിച്ചാ മാഷ് HM ആയി പ്രൊമോഷൻ കിട്ടിയപ്പോ ഇങ്ങനെയാ. എന്തിന്? ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ. അടുത്തത് ടച്ച്. കുട്ടികളെ തൊടാറുണ്ടോ? പേടിച്ചിട്ടാ തൊടാത്തത്? എവിടെയെങ്കിലും ബാലാവകാശ കമ്മീഷൻ ഒരു കേസ് എടുത്തതിന്റെ പേരിൽ മുഴുവൻ കുട്ടികളെയും കുറ്റപ്പെടുത്തുന്ന ഭീകരന്മാരായി മാറരുത് അധ്യാപകർ. ഇന്നത്തെ കാലല്ലേ കുട്ടികളെ തൊടാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നതില്ലേ, ഒളിച്ചോട്ടമാണ്. അങ്ങനെ പല സംഭവം ഉണ്ടാവും. നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ കുട്ടിയെ ഉൾക്കൊള്ളും. അവരെ തൊടണം. അച്ഛനമ്മമാർ കെട്ടിപ്പിടിക്കുന്നില്ല, മുത്തം കൊടുക്കുന്നില്ല. ചെറുപ്പത്തിൽ ഭയങ്കര കെട്ടിപ്പിടുത്തായിരിക്കും. 5-ലെത്തിയാൽ പിന്നെ കുട്ടിയെ നമ്മുടെ മനസ്സിലെ അനുരണനങ്ങൾ തൊക്കിലല്ലേ. അനുഭൂതിയും നിർവൃതിയും ഒക്കെ ഉണ്ടായാൽ രോമല്ലേ കുത്തിനി എഴുന്നേറ്റ് നിൽക്കുന്ന രോമാഞ്ചം. രോമം ഇല്ലാത്താക്ക് തോലാഞ്ചം ഉണ്ടാവും. അവിടെ ഒന്ന് തലോടണ്ടേ? അച്ഛനമ്മമാർ പ്രേമിക്കുന്നത് മക്കൾ കാണണ്ടേ? പ്രേമമില്ല. ബെഡ്റൂമിൽ ഭയങ്കര ഐക്യമായിരിക്കും. കുട്ടികളുടെ മുന്നിൽ മിക്ക രക്ഷിതാക്കളും പരസ്പരം കീരിയും മൂർഖനാവുന്നു. എന്ത് കാര്യം? പ്രണയത്തെപ്പറ്റി കുട്ടികൾ അറിയുന്നത് അച്ഛനമ്മമാരെ നോക്കിയിട്ടാണ്. വിവാഹം മുതൽ മരണം വരെ പുഷ്പിക്കേണ്ടതാണ് പ്രണയമെന്ന് മക്കളെ ബോധ്യപ്പെടുത്തണം. സഫലമീ യാത്ര എന്ന കവിത ചൊല്ലണ്ടേ? ആശുപത്രി കിടക്കുമ്പോഴും ഈ പഴങ്കൂട് ഒരു ചുമയ്ക്കടിയിടറി വീഴാമെന്ന് പറയുമ്പോഴും നീ എൻ അണിയത്ത് ചേർന്ന് നിൽക്കൂ സഖി, പഴയൊരു മന്ത്രം ജപിക്കാം എന്ന് പറയുന്ന കാമുകനായി വയസ്സനായ ഭർത്താവും കാമുകിയായി വയസ്സത്തിയായ ഭാര്യയും മാറണം. പ്രണയിക്കണം. വിവാഹത്തിനിടയിൽ രാവിലെ ഉച്ചക്കും രാത്രി ഐ ലവ് യു എന്നയക്കും. വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു ഐ ലവ് യു പറഞ്ഞോ? നിങ്ങൾ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് ഐ ലവ് യു, ഐ ലൈക്ക് യു എന്ന് പറഞ്ഞോ? എന്താ പറയാത്തത്? ഇതുപോലൊരു ക്ലാസ് എടുക്കുമ്പോൾ LICയിലെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞേ, വിവാഹത്തിന് ശേഷം എന്താ ഐ ലവ് യു പറയാത്തതെന്ന് അറിയോ സാറേ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്നാ പറഞ്ഞത്. അപ്പൊ ഇലക്ഷന്റെ തട്ടിപ്പാണ് ഈ ഐ ലവ് യു. അതുകൊണ്ട് ടച്ച് വേണം, തൊക്കിൽ തൊടണം, ചേർത്ത് പിടിക്കണം. ഒരു കുട്ടിയുടെ മുടിയിഴകളിലൂടെ ഒരു മാഷ് വിരലൊന്ന് ഓടിക്കൂ, അവൻ നല്ല അനുസരണയുള്ളവനാകും. അവന്റെ ചുമലക്കൊന്നും തട്ടു, അവൻ നല്ല അനുസരണയുള്ളവനാകും. ഒരു തീവ്രവാദ സംഘടനയിൽപ്പെട്ട ഒരു കുട്ടിയെ പുറത്താക്കിയ ഒരു സ്കൂളിൽ നിന്ന് ഞാനവിടെ വിദ്യാരംഗം ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലുമ്പോൾ ആ സംഘടനയുടെ ആളുകൾ മാഷ ഇറങ്ങിയ അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക. മാഷ് പേടിച്ച് പറിച്ച് നിൽക്കുക. 8ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ. എങ്ങനെയാ പ്രശ്നം പരിഹരിച്ചതെന്ന് എനിക്കറിയില്ല. 2 വർഷം കഴിഞ്ഞിട്ട് ആ കുട്ടി 10 പഠിക്കുമ്പോൾ ഞാൻ പോയിട്ട് ചോദിച്ചു, ആ കുട്ടി ഈ സ്കൂളുണ്ടോ? ഉണ്ട്. എങ്ങനെ? ഒരു കുഴപ്പമില്ല. പുതിയ ഹെഡ്മാഷ് മാറി വന്നു. ഹെഡ്മാഷ് മാറി വന്നപ്പോൾ അവിടുത്തെ മൈക്ക്, പല നമ്മളെ സ്കൂളുകളിൽ ഒരു മഹത്വം എന്താന്ന് പറഞ്ഞാൽ അന്തമാൻ കാലത്ത് വാങ്ങിവെച്ച മൈക്ക് ഉണ്ടാവും. എന്നിട്ട് 100-300 രക്ഷിതാക്കളെ മുമ്പിലിരുത്തി, കുട്ടികളെ മുമ്പിലിരുത്തിയിട്ട് പ്രസംഗിക്കാൻ വന്ന ആളോട് പറഞ്ഞു ഒളിക്കുന്നു. കറകറ ഒച്ച കൊണ്ട്. ഇതാ മിക്ക സ്കൂളിന്റെ. ബാക്കി മാഷന്മാർക്ക് നല്ല കാറുണ്ട്, നല്ല വീടുണ്ട്, എല്ലാ സ്കൂളിനും എല്ലാ സംവിധാനമുണ്ട്. ഒരു മൈക്ക് സെറ്റ് ശരിയാക്കാൻ പറ്റൂല. അത് മാത്രം. അത് മൈക്ക്. ഈ കറകറ മൈക്ക് നന്നാക്കാൻ ആരാ മൈക്ക് ഓപ്പറേറ്റർ ഉള്ളതെന്ന് പ്യൂണിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ പഠിക്കുന്ന ഒരു പയ്യന്റെ അച്ഛനുണ്ട്, ഓനാ മൈക്ക് ഓപ്പറേറ്റർ, ഓനെ വിളിച്ചാട്ടെന്നു. ഓനോട് ചോദിച്ചു, ഇവിടെ എൻ്റെ അച്ഛനോടൊന്ന് വരാൻ പറയും, ഈ മൈക്കൊന്ന് ശരിയാക്കി തരാം. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ കൂടെ പോക്കുണ്ട്, ഞാൻ ശരിയാക്കിയ മാഷേ മതിയോ? നിനക്കറിയാവോ? എന്നാ പിന്നെ നീ ശരിയാക്കി. ഓ നന്നായി, അത് ശരി, നന്നാക്കി വെച്ചു. അപ്പൊ മാഷയ്ക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ മാഷ പെറ്റ ഇവൻ. എന്ത് കാര്യത്തിനും മാഷ ഇവനെയാണ് അയക്കുക. അതിനോടുകൂടി ഓൻ നന്നായി. ഇവന്റെ ഒരു കഴിവിനെ അംഗീകരിക്കാൻ ഒരാൾ വന്നപ്പോൾ എല്ലാ ഭീകരവാദവും വിട്ടു. പല പ്രതിജന ഭിന്ന വിചിത്രമാർഗികളാണ്. കുമാരനാശാന്റെ ചിന്താവിഷ്ടിയായ സീത എന്നെ പഠിപ്പിച്ച മാഷായി ഉദ്ഘാടനം ചെയ്തത് ബ്രണ്ണൻ കോളേജിൽ കൽപ്പറ്റ നാരായണ മാഷ്. ഓരോ കുട്ടിയും വ്യത്യസ്തരാ.
അതിനെല്ലാവരും ഒരേപോലെ ആക്കാൻ നിങ്ങൾ പരിശ്രമിക്കരുത്. ആ വ്യത്യസ്തതകൾക്കനുസരിച്ച് നിങ്ങൾ മാറണ്ടേ. അപ്പോൾ ആ കുട്ടികളെ ഒന്ന് ടച്ച് ചെയ്യണം, അവൻ്റെ കണ്ണിൽ നോക്കണം, ഐ കോണ്ടാക്ട്. മാഷന്മാർക്ക് കുട്ടികളുടെ കണ്ണും തമ്മിലുള്ള ഒരു വൈദ്യുതി പ്രസരമുണ്ട്. അതുകൊണ്ട് ആ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ മാഷന്മാർക്ക് ദേഷ്യം വരുന്നത് ഈ കണക്ഷൻ വിട്ടു പോകുന്നതുകൊണ്ടാ. റിട്ടയർ ആയിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ടീച്ചർമാരുടെ മാഷന്മാരുടെ സങ്കടം ശമ്പളം വാങ്ങി പെൻഷനാവുമോ എന്നുള്ള പേടിയൊന്നും ഇപ്പം ആർക്കില്ല. പക്ഷേ നിഷ്കളങ്കരായ കുട്ടികളുടെ കണ്ണുകളാൽ ഒഴിയപ്പെടുന്ന ആ ദിനങ്ങൾ നഷ്ടപ്പെടുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം. അതൊരു കരണ്ടാ, അതൊരു വൈദ്യുതിയാ. ആ കണ്ണിൽ നോക്കണം. കണ്ണിന്റെ സൗന്ദര്യമാണല്ലോ വ്യക്തിത്വം. ഡെമോക്രാറ്റിക് ബോഡി ലാംഗ്വേജ് നോഡിങ്, തലകുലുക്കി സമ്മതിക്കണം. ശരിയാ. മിക്ക വീട്ടിലും കേരളം എത്ര പുരോഗതി പ്രാപിച്ചിട്ടെന്താ? നമ്മുടെ ഗൃഹനാഥന്മാരുടെ ഈഗോ ആണ് മിക്ക വീട്ടിലും കുട്ടികളുടെ സ്വഭാവ വൈകൃതത്തിന് കാരണം. ഞാനാണ് വീടെടുത്തത്, ഞാനാ ശമ്പളം വാങ്ങുന്നത്, ഞാനാ അരി വാങ്ങുന്നത്. അതുകൊണ്ടെന്താ? ഗൃഹനാഥൻ ആരാ? ബാഹുബലി സിനിമയിലെ പൽവാൾ ദേവൻ. ഭാര്യ മക്കളോ കട്ടപ്പ അടിമ. ചായ ചോറ്. അരവിന്ദിന്റെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്, വിജയരാഘവൻ ചായ അട്ടഹസിക്കുന്നു. അത് ഇപ്പോഴും വീട്ടിലതാ. ഈ പറയുന്ന ആദർശമെല്ലാം പുറത്താ. വീട്ടിൽ കയറുമ്പോൾ അയാൾ അയച്ചു പുറത്തിടൂ. വീട്ടിലെത്തുമ്പോൾ വേറും വൃത്തികെട്ട ഭർത്താവാ. അത് മാറ്റിയെടുക്കണം. മക്കളും ഭാര്യയും പറയുന്നത് കേൾക്കാനും സമ്മതിക്കാനും വീട് ഡെമോക്രസി ഇല്ല. നമ്മൾ വോട്ട് ചെയ്യുന്ന ഡെമോക്രസി ഉണ്ട്, പക്ഷെ വീട്ടിൽ ഡെമോക്രസി ഇല്ല. അത് ഹെഡ്മാഷായാലും മാഷന്മാരായാലും വീട്ടിലെത്തിയ ഇവർ വെറും ആണായി മാറും, വെറും വലിയ ആളാവും. അവിടെ ഭാര്യ നമ്മളെ ഭാര്യയല്ലേ എന്ന് ആലോചിക്കട്ടെ. ഏതോ ബൈക്ക് പോകുന്ന നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ തമ്മിൽ അറിയാത്ത ഒരു പെണ്ണിനെ ഒരു ദിവസം പോയിട്ട് കോന്തലൻ്റെ തുമ്പും പിടിച്ച് തിരുമ്മിയിട്ട് എൻ്റെ പേരെന്നാന്ന് ചോദിച്ച ഒരു ബന്ധത്തിൽ നമ്മളെ വീട്ടിൽ ഒരു സുപ്രഭാതത്തിൽ വന്ന് കയറി കിടക്കുന്നില്ല ആ പെണ്ണ്. നമ്മളെ കുട്ടീനെ പെറ്റുപോയിട്ട് വളർത്തുന്ന ആ പെണ്ണിനോട് പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികേടാണ്. ഇപ്പോഴും കേരളത്തിൽ മിക്ക വീടുകളിലും സ്ത്രീ പീഡനമാണ്. മാഷന്മാർക്ക് കണക്ക് തന്നെയാ പല വീട്ടിലും. ഞാനാ വലിയ ആള്. ഇത് മാറ്റിയെടുത്ത് വീട് സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീട് കണ്ട് സ്വർഗം നാണിക്കുന്നോ ജയശ്രീയുടെ പാട്ടില്ലേ? ആ വീടിന്റെ അന്തരീക്ഷം അടിച്ചു മാറ്റണം. വീടിന്റെ വ്യാകരണം പൊളിക്ക്, തലകുലിക്ക്, നോഡിങ്, സമ്മതിക്ക്, കേൾക്കാൻ തയ്യാറാവ്. സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായോ? നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ വളർത്തണം. ആർദ്രത വേണം.